56 വർഷം മുമ്പ് വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാൻ്റെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ ജന്മനാടായ ഇലന്തൂരിലേക്ക് എത്തിക്കും. തുടർന്ന് ഇലന്തൂരിൽ നിന്നും വിലാപയാത്രയായി വീട്ടിലെത്തിക്കും. 1 മണിവരെയാണ് പൊതുദർശനം. 3 മണിക്ക് സൈനിക ബഹുമതികളോടെ ഇലന്തൂരിലെ പള്ളിയിൽ സംസ്കരിക്കും. സുജു ടി ബാബു ചേരുന്നു. സുജു ടി ബാബു, എവിടെ എത്തി മൃതദേഹം? എപ്പോഴാണ് വീട്ടിലെത്തിക്കുക? പൊതുദർശനം തുടങ്ങുക അടക്കമുള്ള വിവരങ്ങളിലേക്ക് പോയാൽ. അജിംഷാദ്, ഇപ്പോൾ മൃതശരീരം ഇലന്തൂർ ജംഗ്ഷനിലേക്ക് എത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അത് പിന്നീട് തുടർന്ന് വിലാപയാത്രയായിട്ടാണ് ഇലന്തൂരിലേക്ക് മൃതശരീരം എത്തിക്കുക. ഇപ്പോൾ ഇലന്തൂരിലെ ജംഗ്ഷനിൽ ഒരു നാടാകെ കാത്തു നിൽക്കുകയാണ്. 1958 വിമാനാപകടത്തിൽ മരിച്ച തോമസ് ചെറിയാൻ്റെ മൃതശരീരം ഏറ്റുവാങ്ങാൻ വേണ്ടി ഒരു നാടാകെ ഒരുമിച്ച് നിൽക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സൈനിക താവളത്തിലെത്തിച്ചപ്പോൾ അവിടെ നിന്നും വലിയ ആദരവോടുകൂടി തന്നെയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടങ്ങിയ മന്ത്രിമാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരാണ് മൃതശരീരം അവിടുന്ന് ഏറ്റുവാങ്ങുന്നത്. അതിനുശേഷം മിലിറ്ററിയിലെ മോർച്ചറി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിലാപയാത്രയായിട്ട് ഇന്ന് പുലർച്ചെ 6 മണിക്കാണ് തിരുവനന്തപുരത്ത് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് വിലാപയാത്രയായി ഈ മൃതശരീരം പത്തനംതിട്ട ഇലന്തൂരിലേക്ക് എത്തിക്കുന്നത്. വലിയ തരത്തിൽ തന്നെ ഒരു ജനകീയ സ്വീകരണം അല്ലെങ്കിൽ അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി നിരവധി ആളുകൾ ഇപ്പോൾ ഇലന്തൂർ, ഒരുപക്ഷെ ഇത്തരം വലിയ പൗരാവലി ഇലന്തൂർ ഇതിനു മുമ്പേ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ്. അത്രയും അധികം ആളുകൾ, ജനാവലിയാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. 1958 ഉണ്ടായ സൈനിക വിമാന അപകടത്തിലാണ് തോമസ് ചെറിയാൻ മരണപ്പെടുന്നത്. പിന്നീട് 56 വർഷത്തിന് ശേഷമാണ് ഈ മൃതദേഹം കണ്ടെടുക്കുന്നത്. കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് ഈ വിവരം കുടുംബത്തെ ആറന്മുള പോലീസ് മുഖേന അറിയിക്കുന്നത്. അന്നു മുതൽ തന്നെ ഒരു അല്പം ആശ്ചര്യവും ആശ്വാസവും പകരുന്ന വാർത്തയായിരുന്നു ഇലന്തൂർ ഈ കുടുംബാംഗം തോമസ് ചെറിയാൻ്റെ ഓടാലിൽ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചോളം. സൈന്യത്തെ സംബന്ധിച്ചോളം കൃത്യമായ തരത്തിൽ തന്നെ 5 വർഷം കൂടുമ്പോൾ ഏതാണ്ട് ഇതുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടത്തുന്ന വിവരങ്ങൾ ഈ കുടുംബാംഗങ്ങൾക്ക് കത്ത് മുഖേന അറിയിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒടുവിൽ ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ ഏറ്റവും ദൈർഘ്യം നിറഞ്ഞ തിരച്ചിലിനിടയിലാണ് ഇപ്പോൾ മൃതശരീരം സൈന്യം കണ്ടെത്തുന്നത്. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ആദരപൂർവ്വമാണ് ഒരു നാട് തോമസ് ചെറിയാൻ, അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ ഈ ഇലന്തൂർ അദ്ദേഹത്തിൻ്റെ ബന്ധുവും സുഹൃത്തുമായ മറ്റൊരു EM തോമസ് എന്ന സൈനികനും വിമാന അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയോ എന്ന സംശയം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറയുകയും ചെയ്തിരുന്നു. ഇത് തോമസ് ചെറിയാൻ്റെ മൃതദേഹം കണ്ടെത്തിയ ശേഷം അതിൽ പോക്കറ്റിലുണ്ടായിരുന്ന ചില കുറിപ്പുകളും ചില രേഖകളുമാണ് ഇത്തരത്തിൽ തോമസ് ചെറിയാനാണെന്ന് വളരെ വേഗത്തിൽ തിരിച്ചറിയാൻ ഇടയാക്കിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും സൈനികരുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ധാരാളം. തീർച്ചയായും 56 വർഷങ്ങൾക്ക് മുമ്പ് വിമാനാപകടത്തിൽപ്പെട്ട് മഞ്ഞുമലയിൽ കുടുങ്ങിയിരുന്ന ആ മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയതും നാട്ടിലേക്ക് എത്തിക്കുന്നതും. 26 വയസ്സുള്ളപ്പോഴായിരുന്നു തോമസ് ചെറിയാൻ മരിക്കുന്നത്. അന്നു മുതൽ നിരവധി നാൾ കാത്തിരുന്നു. ഒടുവിൽ കുടുംബം ആ കാത്തിരിപ്പൊക്കെ വിഫലമാകുന്നു എന്ന് തോന്നുന്ന നിമിഷം 56 വർഷങ്ങൾക്ക് ശേഷമാണിതാ തോമസ് ചെറിയാൻ്റെ മൃതദേഹം, മഞ്ഞുമലകൾ സൂക്ഷിച്ചിരുന്ന ആ മൃതദേഹം തിരിച്ച് ജന്മനാട്ടിലേക്ക് എത്തിക്കുന്നത്. അത്തരത്തിൽ ഒരു വൈകാരികമായ മുഹൂർത്തം കൂടിയുണ്ട് അവിടെ. അത് എലന്തൂരിൽ ഇപ്പോൾ എത്തിയ മൃതദേഹത്തിന് ചുറ്റും കൂടിയ ജനാവലിയും പൗരസമൂഹവും ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സുജു ടി ബാബുവിലേക്ക് തന്നെ പോയാൽ, സുജു ടി ബാബു, അവിടെ ഒരു വൻ ജനാവലി തന്നെ ആ മൃതദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനായി ഒത്തുകൂടിയിട്ടുണ്ട് എലന്തൂരിൽ. ഇപ്പോൾ എലന്തൂരിലാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിയിരിക്കുന്നത്, അല്ലേ? സൈന്യത്തിൻ്റെ വാഹനത്തിൽ ഞങ്ങൾ തത്സമയം കാണുന്നുണ്ട്. സുജു ടി ബാബു. തീർച്ചയായും അജിംഷാദ, ഇലന്തൂരിൽ വിലാപയാത്രയായി ഇപ്പോൾ മൃതശരീരം എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ വൻ ജനാവലിയാണ് തോമസ് ചെറിയാൻ്റെ മൃതദേഹത്തിൽ അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിക്കൂടിയിരിക്കുന്നത്. 1968 ഉണ്ടായ സൈനിക വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട നാട്. നമുക്ക് ആദ്യ സമയത്ത് തോമസ് ചെറിയാൻ 7ാം ക്ലാസ്സിൽ അന്ന് മുതൽ തന്നെ സഹോദരനെ ആഗ്രഹം
അദ്ദേഹത്തിന്റെ നമുക്ക് കാണണമെന്ന ആഗ്രഹം കുടുംബത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും അത്തരമൊരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ള കാര്യം സഹോദരിയും അതുപോലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മറ്റ് സഹോദരങ്ങളും ഈ കാര്യം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഒടുവിൽ എന്തായാലും 56 വർഷങ്ങൾക്ക് ശേഷം തോമസ് ചെറിയാനെ തന്റെ ജന്മനാട് വിട നൽകാൻ ഒരുങ്ങുകയാണ്. 18ാം വയസ്സിലാണ് അദ്ദേഹം സൈന്യത്തിൽ ചേർന്നത്. ആദ്യം ക്രാഫ്റ്റ്മാനായിട്ടാണ് ലഡാക്കിലായിരുന്നു ആദ്യ അദ്ദേഹത്തിന്റെ ഈ അപകടത്തിൽ പെടുന്നതും കാര്യം കുടുംബാംഗങ്ങൾ പറയുന്നത്. അച്ഛൻ OM അമ്മ ഏലിയാമ്മയും ഈ ഒരു കാര്യത്തിൽ, അതായത് അവരുടെ മരണപ്പെടുമ്പോൾ തന്റെ മകനെ കാണാൻ പറ്റാത്ത ഒരു വിഷമത്തിൽ കൂടിയായിരുന്നു അവരുടെ കുടുംബം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഏതാണ്ട് 58 വർഷങ്ങൾക്ക് ശേഷം ഇത്തരം ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ ചെങ്ങന്നൂരിൽ ഈ ഒരു കാര്യത്തെ പറ്റി കുടുംബാംഗങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോൾ 3 സഹോദരങ്ങളായി ആ കാത്തിരിപ്പ്, അതായത് ആദ്യം അച്ഛനും അമ്മയും ഉൾപ്പെടെ കുടുംബമാണ് ഇവരെ കാത്തിരുന്നത്. അതിന് ശേഷം ഇവരുടെ കുടുംബാംഗങ്ങൾ മറ്റുള്ളവരും കാത്തിരിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇവരെ സംബന്ധിച്ചോളം ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചായിരുന്നു ചേട്ടനെ അവസാനമായി കണ്ടിരുന്നത്. അതായത് ഈ ജോലി ഹരിദ്വാറിൽ ജോലി ലഭിച്ച ശേഷം യാത്രയാക്കാൻ വന്നതായിരുന്നു ഈ തോമസ് ചെറിയാനെന്ന ഇദ്ദേഹത്തിന്റെ തോമസ് ചെറിയാന്റെ സൈനികന്റെ സഹോദരൻ അച്ഛൻ തോമസ് ഓർത്തെടുത്ത് പലപ്പോഴും മാധ്യമങ്ങളോട് കാര്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഈ ഒരു ഘട്ടത്തിൽ, അതായത് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, ഒരു നാട്, അതായത് രാജ്യം, അതായത് സൈന്യത്തിനെ പറ്റി എടുത്തു പറയേണ്ടതാണ്. അതായത് 56 വർഷങ്ങൾക്ക് മുമ്പുണ്ടാകുന്ന 1958 അപകടം നടക്കുന്നു. അതിനുശേഷവും അതിനുണ്ട് 100-ലധികം സൈനികർ യാത്ര 50 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ശരീരഭാഗങ്ങൾ മാത്രമാണ് കണ്ടെടുത്തിട്ടുള്ളത്. പക്ഷെ സൈന്യത്തെ സംബന്ധിച്ചോളം ആ തെരച്ചിൽ അവർ അവസാനിപ്പിച്ചിരുന്നില്ല. രാജ്യത്തിന്റെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ തെരച്ചിൽ തുടരുകയായിരുന്നു. ഇപ്പോഴും തെരച്ചിൽ തുടരുന്നു എന്ന് പറയാൻ സാധിക്കും. അങ്ങനെയാണ് തോമസ് ചെറിയാന്റെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ മൃതദേഹം ഏറ്റവും തന്നെ പറയാം, മൃതദേഹം ഏറ്റവും ഒടുവിൽ കണ്ടെത്തുന്നത്. അതിനുശേഷവും ഏറ്റവും പൂർണ്ണ ബഹുമതികളോട് തന്നെയാണ് ഈ കണ്ടെടുത്ത ലഡാക്കിൽ നിന്നും അതുപോലെ തന്നെ തിരിച്ച് തിരുവനന്തപുരത്ത് സൈനിക എത്തുമ്പോഴും ആ ബഹുമതികൾ നൽകിക്കൊണ്ട് തന്നെ ആദരവ് നൽകുന്ന സൈന്യം. കുടുംബാംഗങ്ങൾ പറയുന്നത് കൃത്യമായി തന്നെ സൈന്യം ഓരോ 5 വർഷം കൂടുമ്പോഴും അറിയിപ്പുകൾ സൈന്യം നൽകിയിരുന്നു. ഈ തോമസ് ചെറിയാനെ പറ്റി വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം, അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കുടുംബത്തിന് കൃത്യമായി കൈമാറുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്ന രാജ്യത്തിന്റെ സൈന്യം ഞങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന ഒരു സൈനികനോട് കാട്ടുന്ന ആദരവ്. അത് 56 വർഷങ്ങൾക്ക് മുമ്പേ വിമാന അപകടത്തിൽ കാണാതായ വ്യക്തിയാണെങ്കിൽ പോലും ആ എങ്ങനെ ആദരവിനോടും പെരുമാറുന്നു, അതിനുശേഷം അത് കണ്ടെത്തിയ ശേഷം ആദരവ് കാട്ടുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരും മന്ത്രി വീണ ജോർജ് ഈ വിമാനത്താവളത്തിൽ എത്തി സൈനികന്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിൽ പങ്കുചേരുന്നു, അന്തിമ പ്രചാരമാക്കുന്നത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ 6 മണിക്ക് ആരംഭിച്ച വിലാപയാത്ര അതിന് വലിയ ഒരു പറയുക കണ്ണീരിൽ നിറഞ്ഞ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് തീർച്ചയായും 1968 സംഭവിച്ച വിമാനാപകടത്തിലാണ് തോമസ് ചെറിയാൻ മരിക്കുന്നത്. അന്നു മുതൽ കുടുംബം കാത്തിരിക്കുകയായിരുന്നു. തോമസ് ചെറിയാന് എന്ത് സംഭവിച്ചു എന്നതിന് പോലും ഒരു വ്യക്തത വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 2019 ഈ അതേ വാഹനാപകടത്തിൽപ്പെട്ട നിരവധി പേരെ ഇത്തരത്തിൽ അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ ആയിട്ടുണ്ട് എന്നതുകൂടിയുണ്ട്. പക്ഷേ ഇപ്പോൾ, അതായത് 56 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തോമസ് ചെറിയാൻ്റെ മൃതദേഹം മഞ്ഞുമലകൾ സൂക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് വീട്ടുകാർ ഈ വിവരം അറിയുന്നത്. ഒപ്പം ഇത് ഏറ്റവും വലിയൊരു പ്രസക്തമാകുന്ന ഭാഗമാകുന്നത് ഇതിലെ ദുഃഖവും ആദരവും ഒക്കെ ചേർന്ന ഒന്ന് മാത്രമല്ല, അതിൽ അത്ഭുതം കൂടിയാണ്. കാരണം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മരിച്ച ഒരു വ്യക്തിയുടെ മൃതദേഹം ആ കാത്തിരിപ്പിനൊടുവിൽ 56 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ പ്രസക്തമായ ഭാഗം. അതുകൊണ്ട് തന്നെ നാട് ആ അർത്ഥത്തിൽ കൂടി, അതിൻ്റെ അത്ഭുതവും ത്തോടുകൂടി തന്നെയാണ് ആ ആദരവും ദുഃഖവും സമ്മേളിക്കുന്നത്. അതുതന്നെയാണ് എലന്തൂരിലെ ഈ തത്സമയ ദൃശ്യങ്ങളും സൂചിപ്പിക്കുന്നത്. നിരവധി പേരാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഒരുപക്ഷെ തോമസ് ചെറിയാന് ഇപ്പോൾ ജീവിച്ചിരുന്നു എങ്കിൽ ഉള്ള പ്രായം ഉള്ളവരുണ്ട്, അതായത് സമകാലികരായവരുണ്ട്, ഒപ്പം പുതുതലമുറയുണ്ട്, തോമസ് ചെറിയാനെക്കുറിച്ച് കേട്ടവരുണ്ട്. അങ്ങനെ ആ നാട്ടിലെ വിവിധ തലങ്ങളിൽപ്പെട്ട പൗരന്മാരാണ് അല്ലെങ്കിൽ ജനതയാണ് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നത്. അവർ ആദരാഞ്ജലി അർപ്പിക്കുന്നത്. ദുഃഖവും ആദരവും ഒപ്പം അത്ഭുതവും ഒക്കെ ചേരുന്ന ഒരു മുഹൂർത്തം തന്നെയാണിത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സൈനിക ബഹുമതികളോടുകൂടി
ഇപ്പോൾ മണ്ണേറ്റുവാങ്ങാൻ പോകുന്നത് തോമസ് ചെറിയാനെ. ഓടയിൽ കുടുംബത്തിൽപ്പെട്ട തോമസ് ചെറിയാന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്. അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ ഒരുപക്ഷെ ഒഴുകിയെത്തുന്നു, റീത്ത് സമർപ്പിക്കുന്നു, പുഷ്പചക്രങ്ങൾ അർപ്പിക്കുന്നു. അങ്ങനെ അവരുടെ ആദരവും ബഹുമാനവും രാജ്യസ്നേഹത്തിൻ്റെ ഉദാത്ത ഉദാഹരണമായി തന്നെ തോമസ് ചെറിയാൻ എന്ന സൈനികൻ മാറുന്നു. 26 വയസ്സുള്ളപ്പോഴായിരുന്നു തോമസ് ചെറിയാൻ പൊലിഞ്ഞു പോയത്. പക്ഷേ തോമസ് ചെറിയാനെ അവസാനമായി ഒന്ന് കാണാൻ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്നും ആയിരുന്നില്ല. അവർ കാത്തിരിപ്പിലായിരുന്നു. ആ വഴിക്കണ്ണിനാണ് 56 വർഷങ്ങൾക്ക് ശേഷം സാക്ഷാത്കാരമുണ്ടാകുന്നത്. അതൊരു പക്ഷേ ദുഃഖത്തിലും ആദരവിലും അത്ഭുതത്തിലും ഒക്കെ കലർന്ന മുഹൂർത്തമായി മാറിക്കൊണ്ടിരിക്കുന്നു.